ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റൂ എന്നതാണ് കണക്ക് അല്ലെ ഒരു മണ്ഡലത്തിൽ. എന്നാൽ UDFന് ഒരു വാർഡ്, അതിന് വാർഡായാലും മണ്ഡലമായാലും എവിടെയായാലും 2 വോട്ട് ചെയ്യണം പെർ വോട്ടർ എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന കേട്ടത്. കാരണം കൊല്ലത്ത് പോരുവഴിയിൽ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. ഒരു വാർഡിൽ 4-ാം വാർഡിൽ 2 സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസിന്റെ സ്റ്റാലിനി അലക്സും അതുപോലെ JSSന്റെ സന്തോഷ് കുമാർ 2 സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് 2 വോട്ട് ചെയ്യണം. ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും ഈ 2 വോട്ട് അനുവദിക്കണമെന്ന് നടക്കുമായിരിക്കും അല്ലേ? സ്ഥാനാർത്ഥികൾ എന്താ പറയുന്നത് നോക്ക്. UDF അംഗീകരിച്ച, കോൺഗ്രസ് അംഗീകരിച്ച സ്ഥാനാർത്ഥി ഞാനാണ്. നിലവിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് അങ്ങനെ കോർ കമ്മിറ്റിയിൽ, വാർഡ് കമ്മിറ്റിയിൽ 2 സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അത് കോർ കമ്മിറ്റിക്ക് വിട്ടു. കോർ കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. JSSന് ഒരു സീറ്റ് സാധാരണ തരുന്നതാണ്. അത് പൂരവഴി പഞ്ചായത്തിലെ 4-ാം വാർഡാണ്. അത് ഈ 15-ാം തീയതി രാത്രി വരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. UDF എന്ന് പറയുമ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രമല്ലല്ലോ, അതിൽ ചേരുന്ന ഘടകകക്ഷികളുടെ മൊത്തം വകയാണ്. അത് വലിപ്പവും ചെറുപ്പവും ഒക്കെ ഉണ്ടാകും പാർട്ടിയിൽ.